നമ്മൾ പാടുന്ന ഒട്ടനവധി പാട്ടുകൾ എഴുതിയ അനുഗ്രഹീത ഭക്തന്മാർ പലരും അവർ പ്രത്യാശ വെച്ച ഇമ്പങ്ങളുടെ തീരത്തേക്ക് ചേർക്കപ്പെട്ടു. എന്നിട്ടും അവരുടെ പാട്ടുകൾ വളരെ ശക്തിയോടുകൂടെ, വളരെ പ്രതാപത്തോടെ, അതിൻ്റെ നൂതനത്വം നഷ്ടപ്പെടാതെ ഇന്നും അതങ്ങനെ തന്നെ മുൻപോട്ട് പോകുന്നുണ്ട്. വാഴഞ്ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും, എൻ പ്രിയ രക്ഷകൻ, നീതിയിൻ സൂര്യനായി, വിശുദ്ധിയെ തികച്ച് നാം ഒരുങ്ങി നിൽക്കുക, ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലെന്തുള്ളൂ, അങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ എഴുതിയ വേട്ടമല ഫിലിപ്പോസ് ഉപദേശി, അദ്ദേഹം ആ കാലത്ത് എഴുതിയ ഒരു പാട്ട്, അധികം പ്രസിദ്ധമാകാതെ പോയ ഒരു പാട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ അത് രംഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ബലം ധരിച്ചിടാം ആത്മാവിനാൽ നിറയാം എന്ന് പറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനം. ഞാനതിൻ്റെ ചില വാക്കുകൾ പറയുവാനുള്ള അവസരം എനിക്കുണ്ടായി. പാസ്റ്റർ സി എസ് മാത്യു അവർ എഴുതിയ ഒത്തിരി പാട്ടുകളുണ്ട്. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ കാണുന്നില്ല എന്നൊക്കെയുള്ള പാട്ട്. അദ്ദേഹം എഴുതിയ ഒത്തിരി പാട്ടുകളുണ്ട്. ഇങ്ങനെ പ്രഗത്ഭരായ നിരവധി പാട്ടുകാരുടെ കൂട്ടത്തിൽ പ്രഗത്ഭമതികളായ ഒട്ടനവധി ദാസിമാർ, മാന്യ മഹതികൾ, ഒത്തിരി പേര് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. കർത്താവിൽ പ്രസിദ്ധനും പ്രഭാഷണ രംഗത്ത് വേറിട്ട ശബ്ദവുമായ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ലാസവി മാത്യു അവരുടെ ബഹുമാന്യ മാതാവ് അച്ചമ്മ മാത്യു എഴുതിയ പോർക്കളത്തിൽ നാം പൊരുതുക ധീരരായി, ഒത്തിരി പാട്ടുകളുണ്ട്. അപ്പോൾ ഇവരെ ഈ അനുഗ്രഹിക്കപ്പെട്ടവരെല്ലാവരും മറുതീരത്തേക്ക് യാത്രയായെങ്കിലും അവരുടെ സാന്നിധ്യം ഈ പാട്ട് പാടുമ്പോൾ നമ്മുടെ അരിയിലുള്ളതുപോലെ നമുക്ക് തോന്നിപ്പോവുകയാണ്. മഹാകവി കെ വി സൈമൺ സാറുടെ പാട്ടുകൾ, അങ്ങനെ ഒത്തിരി ജെ വി പീറ്റർ അവരുടെ പാട്ടുകൾ, ഒത്തിരി പാട്ടുകളുണ്ട്. അതിനോളമൊന്നും വരില്ലെങ്കിലും ഞങ്ങളിൽ കുറച്ച് പേര് ചില പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, ദൈവദാസന്മാർ പലരും. അതും അത്ര കണ്ട് അപ്രസക്തങ്ങളല്ല. പാടുന്നുണ്ട് ആളുകൾ, അതിൻ്റെ വരികൾ ധ്യാനിക്കുന്നുണ്ട്. അത് ചില പ്രത്യേക സന്ദർഭങ്ങളിലൊക്കെ ചിലർ ഓർക്കുകയും പാടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ എനിക്കെഴുതാൻ സന്ദർഭമുണ്ടായ ചില പാട്ടുകളെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്തുക എന്നതാണ് മുട്ടപ്പള്ളിയുടെ നിർബന്ധം, ഡാനിയുടെ നിർബന്ധം. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ വരാൻ കാരണമായി മാറിയത്. ഞാൻ ആദ്യമായിട്ടൊരു പാട്ട് എഴുതുന്നത് ഗദ്സമന ബൈബിൾ സ്കൂളിൽ ദൈവവചനം പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണ്. അത് 86-87 കാലങ്ങളിലാണ്. 1986-87 കാലങ്ങളിൽ ഗദ്സമന ബൈബിൾ സ്കൂൾ, പാറശാലയ്ക്കടുത്ത് ഒരു ബൈബിൾ സ്കൂളുണ്ട്. അവിടെ ദൈവത്തിൻ്റെ വചനം പഠിച്ചുകൊണ്ടിരുന്നൊരു സമയത്ത് എല്ലാ വെള്ളിയാഴ്ച കഴിഞ്ഞും ഞങ്ങൾക്ക് ഉച്ചവരെയുള്ള വെള്ളിയാഴ്ച ക്ലാസ്, അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പരസ്യോഗം കവലകളിൽ നടത്തണമായിരുന്നു. അത് സ്കൂളിൻ്റെ ഒരു പ്രോഗ്രാമാണ്. ചിലപ്പോൾ അധ്യാപകർ ഞങ്ങളുടെ കൂടെ കാണും, അല്ലെങ്കിൽ സീനിയർ വിദ്യാർത്ഥികൾ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ കവലകൾ പോകാൻ, വെള്ളട, അഞ്ചുമരങ്കാല, കൂട്ടപ്പൂ, മായം, അമ്പൂരി, കൂതാളി, കന്നുമാമ്മൂട്, കാരക്കോണം, ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഈ കവലകളിലൊക്കെ ഞങ്ങൾ വിദ്യാർത്ഥികൾ കൂട്ടമായി നിന്ന് അന്ന് അറിയാവുന്ന പോലൊക്കെ യേശുവാണ് രക്ഷകൻ, യേശു കർത്താവാണ്, ദൈവമാണ്, യേശുവിനോടല്ലാതെ രക്ഷയില്ല എന്നൊക്കെ ഈ പഠിക്കാൻ ചെന്ന ആ സമയമായതുകൊണ്ട് ഒരു ആവേശമുള്ളിലുണ്ട്. കേട്ട കുറേ പ്രസംഗങ്ങളും ഒക്കെ ഉണ്ട്. അതുമായിട്ടൊക്കെ ഇങ്ങനെ കവലകളിൽ പറയുകയും ഒക്കെ ചെയ്യും. സത്യത്തിൽ പ്രസംഗത്തിൻ്റെ ആദ്യ കാലങ്ങൾ എന്ന് പറയുന്നത് ഗദ്സമനയുടെ പഠനകാലത്തിൽ തന്നെയാണ് തുടക്കം. അങ്ങനെ ഒരിടത്ത് ഞങ്ങൾ പ്രസംഗിച്ചിട്ട് വെള്ളറടയ്ക്കടുത്തൊരു കവലയിൽ പ്രസംഗിക്കാനായിട്ട് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച്, അന്ന് മൈക്കൊന്നുമില്ല, നമ്മൾക്കാവുന്നത്ര ശബ്ദത്തിൽ നിന്ന് പാടുകയും പറയുകയും ഒക്കെ ചെയ്യുക. അങ്ങനെ ഞങ്ങളൊരു പാട്ടം കൊണ്ട് പാടി, വരുവിനി നല്ല സമയം എന്ന പാട്ടാണ് പാടിക്കഴിഞ്ഞിട്ട് പ്രസംഗിക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങുമ്പോൾ ഒരു വലിയ മനുഷ്യൻ, ഞങ്ങൾ 2-3 പേരെ ഒരുമിച്ച് വാരിയെടുത്ത് തറയിൽ അടിക്കാൻ പറ്റുന്ന പരുവത്തിൽ ആരോഗ്യമുള്ളൊരു മനുഷ്യൻ മുൻപോട്ട് വന്നിട്ട്, എല്ലാവരുടെ കാലും കൈ ഞാൻ വെട്ടിമാറ്റിക്കളയും, പോകണോ ഇവിടുന്ന് എന്ന് പറഞ്ഞു. ചെറുത്ത് നിൽക്കാനൊരു നിർവാഹമില്ല. പ്രാണരക്ഷാർത്ഥം അവിടുന്ന് ഞങ്ങൾ 2-3 പേര് അങ്ങ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അന്നത്തെ ആ ചെറുപ്രായമാണ്, 10ാം ക്ലാസ് കഴിഞ്ഞ് പോയ ആ സമയമാണ്. അപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്നവരുമെല്ലാം ആ ഒരു പ്രായക്കാർ തന്നെയാണ്. ഒരാൾ മാത്രമേ ഉള്ളൂ, ഒരു അച്ചായം മാത്രമേ ഉള്ളൂ, അല്പം പ്രായമുള്ള ഒരാൾ. പക്ഷേ അവിടെ ചെറുത്ത് നിൽക്കാനൊന്നും ഞങ്ങൾക്ക് താല്പര്യം തോന്നിയില്ല. അവിടുന്ന് ഭയത്തോടെ ഞങ്ങൾ ഓടി മാറുകയായിരുന്നു. ആ സമയത്ത് വളരെ ഭയത്തോടുകൂടെ വീട്ടിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വന്നു. അവിടെ ഇങ്ങനെ ഇരിക്കുമ്പം സുവിശേഷം പ്രസംഗിക്കാൻ പറ്റിയില്ലല്ലോ, ഒരാളുടെ ഭീഷണി കേട്ട് തിരിച്ചു പോരേണ്ടി വന്നല്ലോ എന്നൊക്കെ ഓർത്ത് അങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഒരു 4 വരി പാട്ട് ഞാനിങ്ങനെ മൂളുകയായിരുന്നു.
അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ കൈയും കാലും വെട്ടി എറിഞ്ഞുകളയും പോകണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് അതിങ്ങനെ മനസ്സിലിങ്ങനെ വല്ലാതെ അലയടിച്ചു. സുവിശേഷത്തിന് വേണ്ടി കൈയും കാലും വെട്ടിയാലും കുഴപ്പമില്ല എന്നൊരു ധൈര്യമൊക്കെ ആ ധ്യാനത്തിൽ കിട്ടിയപ്പോൾ ഞാൻ അറിയാതെ എഴുതാതെ തന്നെ മനസ്സിൽ ഈണത്തോടുകൂടെ പാടിയ ഒരു 4 വരി പാട്ടാണ്. കാൽകരങ്ങൾ നഷ്ടമാകിലും കായം ക്ഷയിച്ചിടിലും കാത്തിടും ഞാൻ പ്രാണനാഥനായി കാലാവസാനം വരെയും. അന്നത്തെ ആ ഒരു ആ ചെറുപ്രായത്തിൻ്റെ ഒരു പക്വതയൊക്കെ ഉള്ളൂ ആ വരികൾക്ക്. പക്ഷെ അത് പിന്നെ ബൈബിൾ സ്കൂളിൽ അങ്ങ് ഒത്തിരി ഫേമസായി. ആ സമയത്ത് പിന്നെ കുറേ വരികളൂടെ അതിൻ്റെ കൂടെ എഴുതി ചേർത്ത് ബൈബിൾ സ്കൂളിലെ ചാപ്പലിലും ആരാധനയിലൊക്കെ പാടുന്ന ഒരു പാട്ടായിട്ട് അത് മാറിയായിരുന്നു. ഓക്കെ, പിന്നീട് അടുത്ത പാട്ടിൻ്റെ ഒരു നേരം 2000-ലാണ്. എൻ്റെ സഹോദരി, നേരെ ഇളയ സഹോദരി, വിവാഹം കഴിഞ്ഞ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിലേക്ക് സുവിശേഷ ദർശനവുമായിട്ട് അവർ കുടുംബമായിട്ട് പാസ്റ്റർ സണ്ണി ഡേവിഡ്, അദ്ദേഹം എൻ്റെ അളിയനാണ്, അവർ രണ്ടുപേരും കർത്താവിൻ്റെ പ്രവർത്തനത്തിനു വേണ്ടി വേലയോടുള്ള ബന്ധത്തിൽ അവിടേക്ക് കടന്നുപോയി. അങ്ങനെ അവർ പോയി കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ അവരെ സന്ദർശിക്കേണ്ടതിനും ചില പ്രോഗ്രാമുകൾക്ക് വേണ്ടി അവിടെ പോയി. ഏകദേശം ചില ആഴ്ചകൾ അവിടെ താമസിച്ച് ഏകദേശം 1 മാസം എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ മടങ്ങി വരുന്ന സമയത്ത് കപ്പലിലാണെന്ന് പോകുന്നത്. ഫ്ലൈറ്റ് അന്ന് ആൻഡമാൻസിലേക്ക് ആയിട്ടില്ല. പോർട്ട് ബ്ലെയറിൽ ആർമിയുടെ ഫ്ലൈറ്റ് മാത്രമേ അവിടേക്ക് പോകുന്നുള്ളൂ. ആ സമയത്തൊക്കെ 2000-ന് ശേഷമാണ് പിന്നെ ഫ്ലൈറ്റ് ആൻഡമാനുമായിട്ട് ഇന്ത്യയിൽ നിന്ന്, ചെന്നൈയിൽ നിന്നും കൊൽക്കത്തയിൽ നിന്നൊക്കെ കണക്ട് ചെയ്യപ്പെടുന്നത്. ഞാനന്ന് പോകുന്നത് നാൻകവറി എന്നൊരു കപ്പലിലാണ്. അങ്ങോട്ട് പോയതും തിരിച്ചു വരുന്നതും നാൻകവറി എന്ന കപ്പലിലാണ്. 4 ദിവസമാണ് കപ്പൽ യാത്ര. തിരിച്ച് മടങ്ങി വരുന്ന സമയത്ത് പോർട്ട് ബ്ലെയറിൽ നിന്നൊരു ഉച്ചയ്ക്കാണ് ഞങ്ങൾ യാത്ര തുടരുന്നത്. പിറ്റേ ദിവസം നട്ടുച്ച നേരമായപ്പോൾ ബംഗാൾ ഉൾക്കടലിലൂടെ യാത്ര ചെയ്തു വരുന്ന വേളയിൽ പെട്ടെന്നൊരു വാർത്ത കപ്പലിൽ പരന്നു. കപ്പൽ അപകടത്തിൽപ്പെടുകയാണ്, മുങ്ങാൻ പോവുകയാണ്. അതൊരു വല്ലാത്ത ഭയമായിരുന്നു. ആ ഭയത്തെ വിവരിക്കാൻ എനിക്കാവില്ല. ഇപ്പോഴും ഓർക്കുമ്പോൾ ഇന്നും ഉള്ളിലൊരു വല്ലാത്ത ഭയം ജനിക്കാറുണ്ട്. ഭയമുണ്ടാകാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ടൈറ്റാനിക് എന്ന് പറയുന്നൊരു സിനിമ റിലീസ് ചെയ്ത ആ സമയങ്ങളാണത്. അപ്പോൾ ഈ കപ്പൽ യാത്രയിൽ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴും ഇത് നാൻകവറി എന്ന കപ്പലിൽ ഒരു 3 തിയേറ്ററുകളുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അതിനകത്ത് കയറി കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴേക്കും ഈ തിയേറ്ററുകളിലേക്ക് നമ്മളെ ക്ഷണിക്കും. കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടതെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചൊരു 15 മിനിറ്റുള്ള ഒരു ഷോ അവർ കാണിക്കുന്നുണ്ട്. ലൈഫ് ജാക്കറ്റും ലൈഫ് ബോട്ടും അതിൻ്റെ സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് പിന്നീട് ഈ ടൈറ്റാനിക്കിൻ്റെ അപകടാവസ്ഥയും അതിനകത്തുനിന്ന് ആളുകളെ രക്ഷിക്കുന്ന രീതിയും ഒക്കെ കാണുന്നു. അപ്പോൾ ഇതൊക്കെ യാത്രികരെല്ലാവരും കണ്ട ആ ചിന്ത മനസ്സിലിങ്ങനെ കിടക്കുമ്പോഴാണ് ഈ 2ാമത്തെ ദിവസം ഉച്ചയാകുമ്പോഴത്തേക്ക് കപ്പൽ അപകടത്തിൽ പെടുന്നു, കപ്പൽ മുങ്ങാൻ പോവുകയാണ് എന്നുള്ളൊരു വാർത്ത. ഭയങ്കര നിലവിളി കേട്ടാണ് ഞാൻ ഉച്ചക്കുറക്കത്തിലായിരുന്നു ഞാൻ. പെട്ടെന്ന് നിലവിളിയും ബഹളവും കേട്ടാണ് ഞാൻ ഉണരുന്നത്. പുറത്ത് വന്ന് ഡക്കിൽ വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ആളുകളെല്ലാം ഭയക്രാന്തരായിട്ട് ഓടുകയും ഭയങ്കരമായി നിലവിളിക്കുകയും സ്ത്രീകളും കുട്ടികളും ഒക്കെ ഭയങ്കരമായി, പുരുഷന്മാരടക്കം ഭയങ്കരമായൊരു ഒരു മരണത്തിൻ്റെ ഭീകരമുഖമെന്നൊക്കെ പറയുന്ന, മരണനിഴലിന് താഴ്വര എന്നൊക്കെ പറയുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ആ സമയം. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. എന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ് പറയുക, കപ്പൽ മുങ്ങാൻ പോകുകയാണ്, മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ചിലർ പറയുക. ചിലരുടെ ഡയലോഗൊക്കെ ഫേക്കായിരുന്നു. പക്ഷേ കപ്പൽ അപകടത്തിൽ എന്നറിഞ്ഞു കഴിയുമ്പോൾ തന്നെ എല്ലാവരും അങ്ങ് ഭയം കൊണ്ട് വല്ലാത്തൊരവസ്ഥയിലേക്കായി. മാത്രമല്ല കപ്പൽ നീങ്ങുന്നുമില്ല. ഇത് ഒരിടത്ത് തന്നെ അങ്ങനെ നിശ്ചലമായി കിടക്കുകയാണ്. ഭയങ്കരമായിരിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് ആ സമയത്ത്. ഞാനൊരു ക്രൂമാനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഹാഫ് മലയാളി ഹാഫ് തമിഴ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്തോ സാരമായ പ്രശ്നമുണ്ട്, പക്ഷേ നമുക്കത് നന്നാക്കിയിട്ട് പോകാമെന്നാണ് നമ്മുടെ പ്രതീക്ഷ, ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് ഓടിപ്പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാചകം എന്നെ ധൈര്യപ്പെടുത്തി. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം. അദ്ദേഹം ക്രൈസ്തവനാണോ ഹൈന്ദവനാണോ എന്നൊന്നും എനിക്കറിയില്ല. അദ്ദേഹം പെട്ടെന്നങ്ങ് ഓടിപ്പോവുകയും ചെയ്തു. ഞാൻ അടുക്കിൻ്റെ ഒരു ഭാഗത്തേക്ക് മാറി വിശാലമായി കിടക്കുന്ന ബംഗാൾ ഉൾക്കടലിലേക്ക് ഇങ്ങനെ നോക്കി നിന്നിട്ട് ഭയമുള്ളിൽ വല്ലാതെ ഉണ്ട്. വല്ലാത്ത ഒരു 95-ലാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. അതിനുശേഷം ഞങ്ങളുടെ വിവാഹത്തിന് ശേഷമുള്ള ദീർഘമായ ഒരു
എൻ്റെ പ്രിയപ്പെട്ടവളെയും കുഞ്ഞിനെയും വേണ്ടപ്പെട്ടവരെയൊക്കെ വിട്ടിട്ട് ഇത്ര ദൂരം ഇത്ര ദിവസങ്ങൾ മാറി നിൽക്കുന്ന ആദ്യമായിട്ടുള്ളൊരു അനുഭവമാണ്. അന്ന് എനിക്ക് എൻ്റെ മൂത്ത മകന് 1 വയസ്സ് തികഞ്ഞിട്ടില്ല. ആ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അപ്പോൾ ഈ കുഞ്ഞിനെയും എൻ്റെ പ്രിയപ്പെട്ടവളെയും വേണ്ടപ്പെട്ടവരെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പോർട്ട് ബ്ലെയറിൽ എന്നെ യാത്രയാക്കിയ സഹോദരിയും കുടുംബത്തെയും ഇവിടെ നാട്ടിൽ എന്നെ സ്വീകരിക്കാൻ നിൽക്കുന്നവരെയൊക്കെ മനസ്സിലിങ്ങനെ ചിന്തിച്ചു വന്നപ്പോൾ വല്ലാത്തൊരു ഭയമുള്ളിലുണ്ടായി. അതൊന്നും വാക്കുകൾ കൊണ്ട് പറയാനാവില്ല. മരണഭയം എന്നൊക്കെ പറയുന്ന സംഗതി വാക്കുകൾ കൊണ്ട് പറയാനാവില്ല നമുക്ക്. ഈ സമയത്ത് അരികിലാരോ വന്ന് നിന്നിട്ട് എന്നോട്, നീ ഭയപ്പെടുന്നതെന്ത്, നീ ഇത്ര മണ്ടനാണോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്ന പോലെ ഒരു അനുഭവം എനിക്കുണ്ടായി. ഞാൻ ചുറ്റും നോക്കി ആരെങ്കിലും, ഇപ്പോൾ ഇതിനോടകം ചിലരെയൊക്കെ പരിചയപ്പെട്ടു. പിന്നെ 4 ദിവസം ഉണ്ടല്ലോ, ധാരാളം ആളുകൾ. ഈ 4 ദിവസം കൊണ്ട് എല്ലാവരെയും പരിചയപ്പെടാനും ഒരു സൗഹൃദം സ്ഥാപിക്കാനൊക്കെ പറ്റും. പക്ഷേ തലേദിവസം ഉച്ചയ്ക്ക് കയറി ആ സമയം കൊണ്ട് ചിലരൊക്കെ സുഹൃത്തുക്കളായിട്ടുണ്ട്. ഇനി അങ്ങനെ ആരെങ്കിലും സുഹൃത്തുക്കളാണോ അത്ര കാര്യമായിട്ട് എൻ്റെ അരികിൽ വന്ന് നിന്നിട്ട് നീ ഇത്ര പേടിത്തൊണ്ടനാണോ എന്നൊക്കെ ചോദിക്കത്തക്ക നിലയിൽ ആരാണ് എന്നുള്ളത് ഞാൻ ചുറ്റും നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ മാറി നിൽക്കുന്നവരൊക്കെ വല്ലാത്ത ആശങ്കയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, ആർക്കും ആരെയും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത നിലയിൽ. അപ്പോഴാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നത്. ആരും എൻ്റെ അരികിലില്ല. അപ്പോൾ പിന്നെ ഈ ശബ്ദം എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് ബോധ്യമായി, കർത്താവ് തന്നെയാണ്, കർത്താവിൻ്റെ സാന്നിധ്യം തന്നെയാണ്. അതെനിക്കൊരു വലിയ ആത്മവിശ്വാസമാണ് പകർന്നത്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കർത്താവ് എൻ്റെ അരികിൽ വരുന്നു. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്, ഞങ്ങൾ അങ്ങോട്ട് പോയ സമയത്ത് ഒരു ഞായറാഴ്ച ഉണ്ടായിരുന്നു യാത്രയിൽ. ആ ഞായറാഴ്ച ഞാനും പാസ്റ്റർ നിരണം സോമൻ അടക്കമുള്ള ദൈവദാസന്മാരൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് 1, 2, 3, 4 ദൈവദാസന്മാർ. ഞങ്ങളെല്ലാവരും കൂടെ ഞായറാഴ്ച അതിനകത്തൊരു സഭായോഗമൊക്കെ നടത്തി. ഞായറാഴ്ച രാവിലെ ഒത്തിരി ആളുകൾ തിയേറ്ററിൽ പോയി തിരക്ക് കൂട്ടുമ്പോൾ ഞങ്ങൾ കുറേ ദൈവമക്കളെല്ലാം കൂടി ഞായറാഴ്ച കപ്പലിനകത്തൊരു സഭായോഗമൊക്കെ കൂടിയായിരുന്നു. അപ്പോൾ അന്ന് ഈ പൗലോസിൻ്റെ കപ്പൽ യാത്രയും അപകടത്തിൽപ്പെട്ട പൗലോസ് കഴിഞ്ഞ രാത്രിയിൽ ഞാൻ സേവിച്ചു നിൽക്കുന്ന എൻ്റെ ഉടയവൻ തൻ്റെ ദൂതനെ എൻ്റെ അരികിൽ അയച്ചു എന്നൊക്കെയുള്ള വേദഭാവമൊക്കെ വായിച്ച് നിരണം സോമൻ അവർ പ്രസംഗിച്ചത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ പെട്ടെന്ന് മടക്കയാത്രയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ ഈ സംഭവം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നിട്ട്, കർത്താവ് എൻ്റെ അരികിൽ വന്നു, എന്നെ ആശ്വസിപ്പിച്ചു. അതെനിക്കൊരു വലിയ ആത്മധൈര്യവും ഈ ഭയത്തിൽ നിന്ന് എനിക്ക് വിമുക്തി കിട്ടുന്ന ഒരു ചിന്തയുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ അറിയാതെ കുറേ സ്തോത്രം പറഞ്ഞു, ദൈവത്തെ മഹത്വപ്പെടുത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഈ കപ്പൽ അപകടത്തിൽപ്പെട്ടാൽ, മരണപ്പെട്ടു പോയാൽ, ഒരു സുവിശേഷകൻ്റെ ദാരുണമായ അന്ത്യം അതൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്താ രീതികളെയും ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ തരംഗങ്ങളൊന്നും അന്നില്ലല്ലോ. എന്നാലും ഇതൊക്കെ നാളെ ആളുകൾ അറിയപ്പെടാൻ പോകുന്നതും കപ്പൽ അപകടത്തെക്കുറിച്ചൊക്കെയുള്ള വാർത്തകളും ഒക്കെ ഞാൻ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കണ്ടപ്പം ഒരു വല്ലാത്ത ഭയവും ഒരു വല്ലാത്ത അനുഭവം എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോഴാണ് ഈ ഒരു അനുഭവം, എൻ്റെ അരികിലൊരു സാന്നിധ്യം ഞാൻ അനുഭവിക്കുകയാണ്. ആ സമയത്ത് ഞാൻ അറിയാതെ തന്നെ നാം തമ്മിൽ കാണും നാളുകൾ വിദൂരമല്ല, ഈ വരി ഞാൻ പാടുകയാണ്. അതിനു മുമ്പ് ഈ വരി എനിക്കറിയേയില്ല. ഈ വരി ഞാനിങ്ങനെ പാടുമ്പോൾ ഞാൻ എന്താ പാടിയെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് പിന്നീട് ഒരു ഊഹം കിട്ടുന്നില്ല. പിന്നെ ഞാൻ ഓർത്തെടുത്തു, നാം തമ്മിൽ കാണും നാളുകൾ വിദൂരമല്ല. ആ രണ്ടാമത് ഞാൻ ഓർത്തെടുത്ത് വീണ്ടും ഒന്നുകൂടെ പാടിയപ്പോൾ, സമയമാമ്രഥം ഓടുന്നു വേഗമായി. ഇടയ്ക്ക് ഞാനെന്ന് പറയാം, ഞാനൊരു പാട്ടുകാരനല്ല, അതുകൊണ്ട് അത്ര കണ്ട് സുഖം തോന്നത്തില്ല ഞാൻ പാടിയാൽ. ഓക്കെ, ഞാൻ അല്ലാതെ എനിക്കൊരു പാട്ടുകാരനാകണമെന്നൊരാഗ്രഹത്തെക്കാൾ അധികം എനിക്കൊരു പ്രസംഗകനാകണമെന്ന ആഗ്രഹമാണ്. ദൈവം അത് എന്നിൽ നിവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ മകൻ നന്നായിട്ട് പാടും. ഓക്കെ, എൻ്റെ പ്രിയപ്പെട്ടുള്ള ഒരുമാതിരി നന്നായിട്ട് പാടും. എൻ്റെ ഇളയ മകനും പാടും, പക്ഷേ അദ്ദേഹം രംഗത്ത് വരത്തില്ല. അദ്ദേഹം ഇങ്ങനെ മുറിക്കകത്തും ആരോരുമില്ല എന്നുറപ്പ് വന്നെങ്കിൽ മാത്രമേ പാടുള്ളൂ. ഞങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പാട്ട് ഒളിച്ചു നിന്നൊക്കെ ഇങ്ങനെ കേൾക്കും. നന്നായിട്ട് പാടുന്ന ഒരു മകന്, 2 മക്കളിൽ നന്നായിട്ട് പാടും. ഓക്കെ, എൻ്റെ പപ്പ ഒരുമാതിരി നന്നായിട്ട് പാടും, പക്ഷേ പാട്ടിൻ്റെ ആ ഒരു തൊണ്ട എനിക്ക് കിട്ടിയിട്ടില്ല എന്തുകൊണ്ടോ. നന്നായിട്ട് പാടുമെന്നൊക്കെയാണ് ചിലർ പറയുക, പക്ഷേ എനിക്കത്ര ആത്മവിശ്വാസം പോരാ, അതുകൊണ്ട് ഞാൻ പാടുന്നില്ല. അപ്പോൾ ഈ നാം തമ്മിൽ കാണും നാളുകൾ വിദൂരമല്ല എന്ന വരി ഞാൻ അറിയാതെ തന്നെ അങ്ങനെ ഈണത്തിൽ പാടുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഓർത്തെടുത്തപ്പോൾ ഈ രണ്ടാമത്തെ വരിയും കൂട്ടത്തിൽ അത് വരികയുണ്ടായി. ഞാൻ ഡെക്കിൽ നിന്ന് ഓടി എൻ്റെ റൂമിലെത്തി. അവിടെ എത്തിയിട്ട് എൻ്റെ ബാഗിൽ നിന്ന് ഒരു ചെറിയ നോട്ട് പാഡ് ഉണ്ടായിരുന്നു, അതെടുത്ത് വെച്ചിട്ട് ഞാൻ ആ വരികൾ കുറിച്ച് വെച്ചു. കർത്താവ്, ഇത് ഏത് പാട്ടിൻ്റെ ഭാഗമാണ് എന്ന് ഞാൻ ചോദിച്ചു. പക്ഷേ പിന്നീട് ഞാൻ
വീണ്ടും ഈ നോട്ട് പാഡുമായി കപ്പലിൻ്റെ ഡെക്കിലേക്ക് വന്ന് വിശാലമായി കിടക്കുന്ന ഈ ബംഗാൾ ഉൾക്കടലിലെ ആ നീലിമ നോക്കി നിന്നുകൊണ്ട് ഞാൻ ഈ 2 വരികൾ മാത്രം ഇങ്ങനെ പാടിക്കൊണ്ടേയിരുന്നു. നാം തമ്മിൽ കാണുന്ന ആളുകൾ വിദൂരമല്ല, സമയമാം രഥം ഓടുന്നു വേഗമായി എന്ന ആ പാട്ട്. ആ വരികൾ ഇങ്ങനെ പാടുക, വീണ്ടും ആവർത്തിച്ച് പാടുമ്പോൾ വീണ്ടും വീണ്ടും അതിൻ്റെ കൂട്ടത്തിൽ വരികൾ ഇങ്ങനെ ചേർത്ത് വന്നുകൊണ്ടേയിരുന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു അവസ്ഥയിലാകണം പിന്നീട് ഞാൻ പാടുന്നത്. ഭീകരമാകും മൃതിയുടെ നിശബ്ദത ഭീതിപ്പെടുത്തുന്നു മാനവരെ, ഭാഗ്യമണൻ മരണം ഞാൻ ഭാഗ്യനാട്ടിൽ ചേർന്നിടും. ഈ 4 വരി പാടിക്കഴിഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ ആത്മാവിലാകുകയായിരുന്നു. എൻ്റെ അടുത്ത് കുറേ ആളുകൾ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ നിൽപ്പുണ്ട്. അവരെല്ലാവരും ഭയങ്കരമായിരിക്കുന്ന ഭയത്തിൻ്റെ പിടിമുറുക്കത്തില്ല. അപ്പോൾ അവരെല്ലാവരും മരണത്തെ ഭയപ്പെടുമ്പോൾ എനിക്ക് ഭയമില്ല എന്ന് എന്നോട് തന്നെ എൻ്റെ അന്തരാത്മാവ് പ്രബോധിപ്പിക്കുകയാണ്. ഭീകരമാകും മൃതിയുടെ നിശബ്ദത ഭീതിപ്പെടുത്തുന്ന മാനവരെ, ഭാഗ്യമാണ് എൻ മരണം. മരണം ഉറപ്പിച്ചു തന്നെയാണ്, മരണം ഉറപ്പിച്ചു, കപ്പൽ മുങ്ങും, മരണം ഉറപ്പായി. പക്ഷേ ഇനി ഞാൻ മരണപ്പെട്ടാലും ആ മരണം എനിക്ക് ഭാഗ്യമാണ്, ഞാൻ ഭാഗ്യനാട്ടിൽ ചേരുകയാണ്. അപ്പം മരണത്തെ നിസ്സാരമായി കാണാൻ, മരണം എന്നതൊരു കടമ്പ, ആ കടമ്പ കടന്ന് അക്കരെ ചെല്ലുന്നത് ഭാഗ്യനാട്ടിലേക്കാണെന്നുള്ള തികഞ്ഞ ഒരു പ്രത്യാശ എന്നിൽ ഉളവാക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോൾ ഈ ആദ്യത്തെ ഇത്രയും വരികൾ എനിക്ക് ലഭിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ കുറേ നേരം റൂമിൽ വന്നിരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു. എന്താ സംഭവിക്കാമെന്ന് എനിക്കറിയില്ല. കുറേ കഴിഞ്ഞപ്പോൾ പിന്നീട് വാർത്ത ക്യാപ്റ്റൻ്റെ ക്യാബിൽ നിന്ന് തന്നെ എല്ലായിടത്തേക്കും മെസ്സേജ് വരികയാണ്. നമ്മുടെ കപ്പലിൻ്റെ സാരമായ അപകടങ്ങൾ, അതിൻ്റെ ചില പ്രതിസന്ധികൾ നമുക്ക് പരിഹരിച്ചിട്ട് യാത്ര മുൻപോട്ട് പോകാമെന്നാണ് ധരിക്കുന്നത്. അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞു. കുറേ എൻജിനീയേഴ്സ് അതിനകത്തുള്ളവർ തന്നെ എന്തൊക്കെയോ പരിപാടികൾ ആസൂത്രണം ചെയ്ത് യാത്ര 5 മണിക്കൂർ അവിടെ തമ്പടിച്ച് കിടക്കേണ്ടി വന്നു. അതിനുശേഷം യാത്ര പുനരാരംഭിച്ചു. ആ യാത്ര പുനരാരംഭിച്ചതിന് ശേഷമാണ് മരണത്തെക്കുറിച്ച് ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ ബന്ധങ്ങൾ, സ്വന്തങ്ങൾ, വേണ്ടപ്പെട്ടവർ, കൂട്ടുകാർ, നാട്ടുകാർ, വീട്ടുകാരെല്ലാവരും കൂടെ ഉള്ള ആ അവസ്ഥയിൽ നിന്ന് നമുക്കൊരു അകലം, ഒരു യാത്ര, അതാണല്ലോ മരണം. ഇനിയും നമ്മളെ സ്നേഹിച്ചവരെല്ലാവരും നമ്മുടെ ശ്മശാനം വരെ വരും. അത് കഴിഞ്ഞാൽ അവരെല്ലാവരും വിടവാങ്ങുകയാണ്. പിന്നെ 6 അടി മണ്ണിൻ്റെ താഴ്ചയിൽ നമ്മൾ ഒറ്റപ്പെട്ട് കിടക്കുന്ന അവസ്ഥയൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചപ്പോൾ ആണ് അടുത്ത വരികൾ പിന്നെ കുറിക്കുവാൻ കാരണമായി മാറിയത്. സ്ഥിരമെന്ന് തോന്നും മാനവ ബന്ധങ്ങൾ അന്യം വന്നിടും ശ്മശാനത്തിങ്കൽ, അന്നും ഞാൻ ഏകനല്ല എന്നാഥൻ ചേർത്തിടുമെന്നെ സവിധേ. അപ്പം ഈ ശ്മശാനത്തിലും ഞാൻ ഏകനല്ല, കർത്താവ് എന്നെ അവിടെ നിന്ന് വിളിച്ച് തൻ്റെ സവിധത്തിൽ ചേർക്കും എന്നുള്ള ആ വരികൾ എനിക്ക് കൂടുതൽ ഉത്തേജനം നൽകി. അങ്ങനെ ആ പാട്ടുമായിട്ടാണ് ഞാൻ പിന്നീട് 4-ാം ദിവസം ചെന്നൈ തുറമുഖത്ത് വരേണ്ടിയിരുന്ന നൻകവറി എന്ന കപ്പൽ 5-ാം ദിവസം പ്രഭാതമാകുമ്പോഴാണ് ഇവിടെ എത്തപ്പെടാനിടയാകുന്നത്. പിന്നീട് എൻ്റെ യാത്ര വളരെ സ്പീഡ് കുറഞ്ഞ് ഒക്കെയാണ്. ഏതായാലും ഞങ്ങൾ തീരമണഞ്ഞു. തീരത്തേക്ക് ഞാൻ ഇറങ്ങുമ്പോൾ നാം തമ്മിൽ കാണും നാളുകൾ വിദൂരമല്ല, കപ്പലിൻ്റെ മുകളിൽ നിന്ന് ഞങ്ങളിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുമ്പോൾ ഞാൻ ഈ പാട്ടും പാടിക്കൊണ്ടാണ് ഇറങ്ങി വരുന്നത്. അത് മറക്കാനാവാത്ത ഒരു യാത്രയാണ്, മറക്കാനാവാത്തൊരു അനുഭവമാണ്. ഈ പാട്ട് ഞാൻ പിന്നീട് വന്ന ചില യോഗങ്ങളിലൊക്കെ ജനത്തോട് ഈ അനുഭവങ്ങളെ പറഞ്ഞിട്ട് ഈ പാട്ടെനിക്ക് ലഭിക്കപ്പെട്ട സാഹചര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പാട്ട് ഞാൻ പാടിക്കേൽപ്പിച്ചു. എനിക്കറിയാവുന്ന പോലൊക്കെ പാടിക്കേൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ പാട്ട് ചേർത്ത് വെച്ചുകൊണ്ടൊരു ഞാൻ എഴുതിയ പാട്ടുകളെല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് വെച്ച് എൻ്റെ പിതാവ് കുറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതെല്ലാം കൂടി ചേർത്ത് വെച്ചൊരു കാസറ്റ്, CD അല്ല കാസറ്റ് ചെയ്തു. അത് വളരെ പ്രചാരത്തിലേക്ക് വന്നു. ധാരാളം ആളുകൾക്ക് പാട്ടുകൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ എൻ്റെ പാട്ടുകളെല്ലാം തന്നെ ആളുകൾ പാടുന്നുണ്ടെങ്കിലും ഈ ഒരു പാട്ട് മരണ വീട്ടിലേ പാടുകയുള്ളൂ എന്നുള്ളൊരു നിർബന്ധത്തിലേക്ക് ചില ഗായകർ അങ്ങ് മാറ്റി. അപ്പോൾ ഇതൊരു മരണപ്പാട്ടെന്ന നിലയിലേക്ക്, ഇതിനകത്തൊരു മരണഗന്ധം ഉണ്ടല്ലോ, ഒരു മരണത്തിൻ്റെ മൂകതയും അതിൻ്റെ ശ്മശാന അന്തരീക്ഷവും ഒക്കെ ഇതിനകത്തുള്ളത് കൊണ്ട് മരണവീട്ടിൽ മാത്രം പാടുന്ന പാട്ടായിട്ട് എൻ്റെ ഈ പാട്ടങ്ങ് മാറിപ്പോയി. അതിനകത്ത് എനിക്കൊരു ഖേദമുണ്ട്. വി നാഗൽ സാഹിബ് സമയമാം രഥം എന്നുള്ള പാട്ട് എഴുതിയത്
മരണ വീട്ടിൽ പാടേണ്ടതിന് വേണ്ടിയല്ല, പ്രത്യാശയുടെ ഗാനമാണ്. പക്ഷേ നമ്മളിപ്പോൾ അത് മരണ വീട്ടിലേ പാടുകയുള്ളൂ. കൺവെൻഷൻ വല്ലതും പാടിപ്പോയാൽ അത് ആകപ്പാടെ പ്രശ്നമാവുകയും ചെയ്യും. ചിലർ ആശാരി ഉപദേശി തൻ്റെ ടീമിൽ ചില മീറ്റിങ്ങുകളിൽ ഇത് കൺവെൻഷൻ പാടിയിട്ടുണ്ട്. കെ എബ്രഹാം തൻ്റെ സദ്യത് ഗാസ്പൽ ടീം ചില കൺവെൻഷനുകളിൽ പാട്ട് പാടും സമയമാമരഥം പാടിയത് കേട്ടിട്ടുണ്ട്. അത് പിന്നെ ആളുകൾക്ക് മുറുമുറുപ്പിന് കാരണമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ സങ്കടമില്ല. കാരണം നാഗൽ സാഹിബിൻ്റെ പാട്ട് മരണപ്പാട്ടായിട്ടങ്ങ് മാറിയതുപോലെ ഈ നാം തമ്മിൽ എന്നുള്ള പാട്ട് മരണവീടുകളിൽ മാത്രം പാടാൻ വേണ്ടി മാത്രം ായത്. ഇതാണ് നാം തമ്മിൽ കാണുമെന്നുള്ള പാട്ടിൻ്റെ പിന്നിലുള്ള ഒരു പിന്നാമ്പുറം എനിക്ക് ഓർമ്മയിൽ നിന്ന് ചികഞ്ഞെടുക്കാൻ കഴിയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരിയിൽ അധ്യാപകനായി ഞാൻ കുറേ വർഷങ്ങളുണ്ടായിരുന്നു. 2001, 2002, 2003 കാലങ്ങളിൽ. അവിടെയും വിദ്യാർത്ഥികളുമായിട്ട് ഒരുമിച്ച് പലയിടങ്ങളിൽ പരസ്യോഗം നടത്തുക എന്നുള്ളത് കോളേജിൻ്റെ തന്നെ ഒരു പ്രോഗ്രാമായിരുന്നു. ബ്രദർ റോബി അദ്ദേഹം അതിന് നേതൃത്വം വഹിച്ചു. മറ്റ് ചില സാറുമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വിദ്യാർത്ഥികളുമായിട്ട് പോയി പ്രസംഗിക്കുക എന്നുള്ളതാണ്, വിദ്യാർത്ഥികളെ കൊണ്ട് പ്രസംഗിക്കുക എന്നുള്ളതാണ്. അവർ ചില നേരങ്ങൾ പ്രസംഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് പ്രസംഗം എൻ്റെ കയ്യിലേക്ക് വരികയായി. ഞാനാണ് അവസാനത്തെ ഒരു മെസ്സേജ് കൊടുത്ത് എല്ലാ കവലകളിൽ നിന്നും ഞങ്ങൾ യോഗം അവസാനിപ്പിച്ച് തിരികെ പോവുക. അങ്ങനെ വിളക്കുമാറയിൽ ഒരു യോഗം നടത്തിയിട്ട് അവിടെ ഒരു ദൈവദാസനെ അവിടുത്തെ സുവിശേഷ വിരോധികൾ തല്ലുകയുണ്ടായി. അദ്ദേഹം വളരെ ദയനീയമായി വീട്ടിലിങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് ഒത്തിരി പരിക്കുകളോടെ വിശ്രമിക്കുമ്പോൾ ഞങ്ങളവിടെ പോവുകയും അദ്ദേഹത്തെ കണ്ടതിന് ശേഷം വിളക്കുമാർ കവലയിൽ ഒരു പരസ്യോഗം നടത്തി. ഞാനാണ് അവിടെ പ്രസംഗിച്ചത്. പ്രതിഷേധ യോഗമൊന്നുമല്ല, സുവിശേഷം ജനുവിനായിട്ട് അവിടെ പ്രസംഗിപ്പാനിടയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ വന്ന വഴി തിരികെ യോഗം കഴിഞ്ഞ് പോകുമ്പോൾ ഞങ്ങളെ തല്ലേണ്ടതിന് വേണ്ടി ഞങ്ങളുടെ വാഹനം തല്ലിപ്പൊളിക്കുക, പ്രസംഗിച്ചയാളിനെ തല്ലുക, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ഒരു കൂട്ടം അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്കൊരു മുന്നറിയിപ്പ് കിട്ടിയതനുസരിച്ച് ഞങ്ങൾ വേറെ വഴിയായി തിരിച്ച് ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരിയിലേക്ക് ചെറുവക്കിലേക്ക് യാത്ര ചെയ്തു. അപ്പോൾ അങ്ങനെ പോയ സമയത്ത് പ്രസംഗിച്ച ആ ചെറുപ്പക്കാരനെ എവിടെ വെച്ച് കണ്ടാലും ഞങ്ങൾ തല്ലുമെന്നൊക്കെയുള്ള ഒരു ഭീഷണിയൊക്കെ പിന്നീട് ഉണ്ടാകാനിടയായി. അപ്പോൾ ആ ഒരു ഭീഷണി ഇങ്ങനെ കേട്ടപ്പോൾ എനിക്കൊരു കൗതുകം പോലെ തോന്നി. സുവിശേഷം പ്രസംഗിച്ചതുകൊണ്ടൊരു ഭീഷണി, അതൊക്കെ എനിക്കെന്തൊരു ഒരു പുത്തൻ ആവേശം നൽകിയ അനുഭവമായിരുന്നു. ആ ഒരു ചിന്തയിൽ ഞാൻ എഴുതിയ ഒരു പാട്ടാണ് ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത്. ഈ സംഭവത്തിൻ്റെ പിറ്റേ ദിവസം ഞാൻ രാവിലെ ഒരു പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായിട്ടിരുന്നപ്പോൾ എഴുതിയ ഒരു പാട്ടാണ് ജീവിതപാതയിൽ. ജീവിതപാതയിൽ ഇനി എനിക്കെന്തെല്ലാം വരുമെന്ന് എനിക്കിനി അറിയില്ല. അവർ തട്ടിക്കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എവിടെ വെച്ച് കണ്ടാലും 1000 5 പൊനലോരോ എവിടെ വെച്ച് കണ്ടാലും തട്ടുമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. കാരണം അന്ന് ഈ സുവിശേഷകൻ അടിക്കപ്പെട്ട് ഞങ്ങളുടെ ഒരു സുഹൃത്ത് ദയനീയമായി മർദ്ദിക്കപ്പെട്ടതിൻ്റെ ഒരു വല്ലാത്ത വേദനയും നൊമ്പരവും ഒക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടാണല്ലോ അന്ന് ആ കവലയിൽ പ്രസംഗിക്കുന്നത്. അപ്പോൾ ആ പ്രസംഗത്തിനകത്ത് ഈ സുവിശേഷ വിരോധികളോട് പ്രതികാരമായിട്ടൊന്നും അല്ലെങ്കിൽ പോലും സുവിശേഷത്തെ എതിർക്കുന്നവർ ദൈവത്തെയാണ് എതിർക്കുന്നത് എന്നൊക്കെയുള്ള ആ ആശയത്തിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അവർക്ക് രോക്ഷമായിട്ടുണ്ടാകാം. ആ സന്ദർഭത്തിൽ അവിടെ പ്രതിസന്ധിയൊന്നും ഉണ്ടായില്ലെങ്കിലും പരുവത്തിന് കിട്ടിയാൽ അവർ തല്ലുമെന്നുള്ള ആ ഒരു ചിന്ത, ആ ഒരു ചിന്തയിൽ നിന്നാണ് ഈ വരികൾ വരുന്നത്. ജീവിതപാതയിൽ ഇനി എനിക്ക് എന്തെല്ലാം വരുമെന്ന് എനിക്കിനി അറിയില്ല. അടുത്തത്, എന്തെല്ലാം വന്നാലും എനിക്കായിട്ടുയരുന്ന ശാശ്വത കരങ്ങൾ ഞാൻ കാണുന്നു. എന്തെല്ലാം വന്നാലും കുഴപ്പമില്ല, എനിക്ക് വേണ്ടി ഉയരുന്നൊരു കരം, സുവിശേഷ വിരോധിയുടെ കരമല്ല, അതിനപ്പുറത്ത് എനിക്ക് വേണ്ടി ഉയരുന്നൊരു കരത്തെ ഞാൻ കാണുന്നു എന്നുള്ള പ്രത്യാശയുടെ വരികൾ കർത്താവ് എനിക്ക് തന്നു. അങ്ങനെ ഒരു പാട്ട് പിന്നെ ചമയ്ക്കാനിടയായി. അത് കഴിഞ്ഞ് ഒരു പ്രത്യേക ധ്യാനത്തിൽ കർത്താവ് ഇടയനാണ് എന്നുള്ള ഒരു ചിന്ത എന്നെ ഭരിച്ചപ്പോൾ ആ കർത്താവിൻ്റെ പരിപാലനം അതിനെക്കുറിച്ച് ആഴമായി ചിന്തിച്ച വേളയിലാണ് യാഹേ നീ എന്നിടയൻ ഞാൻ നിന്ന ജഗണത്തിലൊന്ന് എന്ന പാട്ട് രൂപപ്പെടുന്നത് ആ ഒരു ധ്യാനവേളയിലാണ്. കർത്താവിൻ്റെ ഇടയ പരിപാലനത്തെക്കുറിച്ച് ചിന്തിച്ച ആ വേളയിൽ ദുഃഖങ്ങളും പ്രതിസന്ധികളുമൊക്കെ ദൈവമക്കളെ അധികം അലട്ടുന്നുണ്ട് എന്നുള്ള ചില സംഭവങ്ങളും ചില വ്യക്തിപരമായിരിക്കുന്ന ക്ലേശങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കാനിടയായപ്പോൾ
മനസ്സ് വല്ലാതെ നൊന്തുപോയ അനുഭവം. ആ സമയത്തൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ ഞങ്ങൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലമാണ്, വല്ലാത്തൊരു പ്രതിസന്ധി. അപ്പം വ്യക്തിപരമായി ഞങ്ങൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒക്കെ കൊണ്ടും മറ്റ് ചിലരുടെ സാമ്പത്തിക പ്രതിസന്ധികളും അവരനുഭവിക്കുന്ന ചില രോഗാതുരമായ അനുഭവങ്ങളും ഒക്കെ ഓർത്തപ്പോൾ, കേട്ടപ്പോൾ, അനുഭവിച്ചപ്പോൾ ഞാൻ അറിയാതെ ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അറിയാതെ പാടിയ ഒരു ഗാനമാണ്, ഇനി നീ കരയരുതേ മകനെ, ഇനി നീ കരയരുതേ എന്ന് പറഞ്ഞ് മറ്റൊരു പാട്ട്. ഓക്കെ, ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ കാലത്ത്, വേങ്ങൂർ പാർത്തുകൊണ്ടിരുന്ന കാലത്താണ് ഈ പറഞ്ഞ പാട്ടുകളെല്ലാം, അതായത് ജീവിതപാതയിൽ, യാഹേ നീ എന്നിടയിൽ, ഇനി നീ കരയരുതേ എന്നുള്ള പാട്ടുകളെല്ലാം രംഗത്ത് വരുന്നത്. ആ പാട്ടുകളിൽ അല്പം കൂടെ പ്രചാരത്തിൽ വന്ന മറ്റൊരു പാട്ടാണ്, അല്പം പാടാനും എളുപ്പത്തിലൊരു സ്പീഡ് ടൈപ്പായിട്ടുള്ളൊരു പാട്ട് ആണ് എന്നെ കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എന്ന പാട്ട്. അത് വിശ്വാസികൾ പാടുകയും പലയിടങ്ങളിലും ദൈവമക്കളത് പാടുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നെ കരുതുന്നവൻ എന്നെ കാക്കുന്നവൻ എന്നെ പുലർത്തുന്നവൻ യേശു, ഒരു നാൾ എന്നെ ചേർപ്പാൻ വരുമേ, ആ നാൾ ആസന്നമേ, ഒരു നാൾ എന്നെ ചേർപ്പാൻ വരുമേ, ആ നാൾ ആസന്നമേ. എല്ലാ യാമങ്ങളും തീർന്നിടുന്നല്ലോ, പ്രഭാതം വന്നണയറായി, തോർന്നിടും തീർന്നിടും വേദനകളെല്ലാം, തോർന്നിടും കണ്ണുനീരെല്ലാം. അങ്ങനെ പോകുന്നു ആ പാട്ട്. അപ്പോൾ ഇങ്ങനെ കുറേ ഗാനങ്ങൾ എഴുതാൻ കാരണമായിട്ടുണ്ട്. ഇപ്പോഴും സുഹൃത്തുക്കളൊക്കെ ചോദിക്കാറുണ്ട്, സാറേ പാട്ടൊന്നും എഴുതുന്നില്ലേ, സാറ് ചില പാട്ടുകൾ എഴുതണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എഴുതണമെന്ന് പറയുമ്പോൾ ഇരുന്ന് എഴുതാനുള്ളതല്ല ക്രൈസ്തവ ഗാനങ്ങൾ. ചില പ്രത്യേക അനുഭവത്തിൻ്റെ തീച്ചൂളയിൽ നിന്ന് ഉയർന്നു വരുന്നതോ അതല്ലെങ്കിൽ ചില ധ്യാനവേളകളിൽ രൂപപ്പെട്ടു വരുന്നതോ ആണ് ക്രൈസ്തവ ഗാനങ്ങൾ എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഹാർമോണിയോ അല്ലെങ്കിൽ കീബോർഡോ ഒക്കെ അടുത്ത് വെച്ചിട്ട് അതിൻ്റെ ശ്രുതി പിടിച്ചിട്ട് വരികൾ കോർത്തിണക്കി എന്തെങ്കിലുമൊക്കെ എഴുതി ഒപ്പിക്കുന്നതല്ല പാട്ടുകൾ. അങ്ങനെയുള്ള പാട്ടുകളൊക്കെ കാലഹരണപ്പെട്ടു പോവുകയാണ്. പക്ഷേ ഭക്തന്മാർ ആത്മാവിൽ പാടിയ പാട്ടുകളാണ് നിലനിന്ന് പോകുന്നത്, ആയുസ്സുള്ളത്. ഇങ്ങനെ കുറച്ച് പാട്ടുകൾ പാടി എഴുതാൻ കർത്താവിന് കൃപ ചെയ്തിട്ടുണ്ട്. വരികൾ എഴുതിയിട്ട് ആരുടെയെങ്കിലും കൈകൊണ്ട് കൊടുത്തിട്ട് ഇതൊന്ന് ടോൺ ചെയ്യണമെന്നൊന്നും പറയേണ്ടി വന്നിട്ടില്ല. ഞാൻ എഴുതിയ ഈ പാട്ടുകൾ ചുരുക്കം പാട്ടുകളേ ഉള്ളൂ, അതെല്ലാം ഞാൻ തന്നെ പാടി എഴുതുകയായിരുന്നു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് കർത്താവ്, ഞാനൊരു സംഗീതവുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. ഈ എന്തെങ്കിലും സംഗീതോപകരണങ്ങളൊക്കെ വെച്ച് എന്നോട് പാടാൻ പറഞ്ഞാൽ ഞാൻ ആ പാടെ അവതാളത്തിലായി പോകും. എനിക്കറിയാവുന്ന ഒരു ഈണമുണ്ട്, അതിനനുസരിച്ച് ഞാനങ്ങ് പാടത്തേ ഉള്ളൂ. അതിനകത്ത് കീബോർഡ് വല്ലതും മൂളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിശ്ചലമായിട്ടിരിക്കത്തേ ഉള്ളൂ. എനിക്കതിൻ്റെ യാതൊരു സംഗതികളും അറിയില്ല. പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സമയം കിട്ടിയിട്ടില്ല. എനിക്ക് ഏറ്റവും ജീവിതത്തിൽ എൻ്റെ സ്വപ്നം, എൻ്റെ ദാഹം, എൻ്റെ ആത്യന്തികമായിരിക്കുന്ന അഭിലാഷം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പാട്ടിന് ഞാൻ വലിയ പ്രാധാന്യത കൊടുത്തിട്ടില്ല. എങ്കിലും ഈ പ്രത്യേക സാഹചര്യങ്ങൾ ഇങ്ങനെ ചില പാട്ടുകൾ എഴുതാൻ കാരണമായി. ഓർമ്മയിലൊരു ഈണം എന്ന എൻ്റെ ആത്മമിത്രം, ആത്മസ്നേഹിതൻ, എൻ്റെ കുഞ്ഞനുജൻ, ഞാൻ നെഞ്ചകത്തോടെ എപ്പോഴും ചേർത്ത് വയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന പ്രിയമകൻ്റെ താല്പര്യമനുസരിച്ചാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയാൻ ഇടയായിത്തീർന്നത്. ഓർമ്മയിലൊരു ഈണം എന്നുള്ള നിലയിൽ ഇനിയും ആഡ് ചെയ്യപ്പെടുന്ന ഒത്തിരി ആത്മീയ കലാകാരന്മാരുണ്ട്. അവരെഴുതിയ പാട്ടുകളൊക്കെ അനുഗ്രഹമായി നമുക്ക് നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും അവരിൽ നിന്ന് നല്ല പാട്ടുകൾ ഉണ്ടാകട്ടെ. പുതിയ ഗാനരചയിതാക്കൾ നമ്മുടെ ആത്മീയ പ്രത്യാശയുടെ ഗാനങ്ങൾ എഴുതുന്നവരുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം എനിക്ക് അനുവദിച്ച